അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇങ്ങനെ കേറ്റഡ് പരീക്ഷ ഇതാ തൊട്ട് മുമ്പിൽ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പോ എന്താണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട സൈക്കോളജിക്ക് ആവശ്യമായിട്ടുള്ള 150 ചോദ്യങ്ങളിലൂടെയാണ് അതിന്റെ ചർച്ചയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചില കുട്ടികൾക്ക് ഡൗട്ട് ഉണ്ട്, ഇത് ഏതെങ്കിലും ഒരു കാറ്റഗറിക്ക് മാത്രമാണ്. അല്ല, എല്ലാ കാറ്റഗറികൾക്കും ഇതെന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാം. എല്ലാ കാറ്റഗറിയിൽ നിന്നും ചോദ്യം പ്രതീക്ഷിക്കാം കേട്ടോ. പിന്നെ 3 അറിയാലോ, അത് ഇംഗ്ലീഷിലാണ് എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ, മറ്റേത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഉണ്ടാകും. അപ്പൊ ഏത് കാറ്റഗറിക്കാരായിരുന്നാലും അവർക്ക് യൂസ്ഫുൾ ആകുന്ന മാർക്ക് നേടാൻ പറ്റുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കഷൻ നടത്തുന്നത് കേട്ടോ. അപ്പൊ ക്വസ്റ്റിനിലേക്ക് പോകാലോ. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ആൻസർ പറഞ്ഞു നോക്കുക. ഓക്കെ, കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിന്റെ ഉദ്ദേശം എന്ത്? 54ാമത്തെ ചോദ്യമാണ്. 53 വരെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞിരുന്നു കേട്ടോ. ആരെങ്കിലും പുതുതായിട്ട് വന്ന കുട്ടികളെ കാണാത്തവരുണ്ട് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു ക്ലാസ്സസ് പോയിട്ട് കാണുക. നമ്മുടെ പ്ലേലിസ്റ്റിൽ കൂടി ആ ക്ലാസ്സസ് എന്ത് ചെയ്യാം, ആഡ് ചെയ്തേക്കാം. 150 ചോദ്യങ്ങൾ എന്ന് പറയുന്ന ആ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവർ അത് പോയിട്ട് കാണുക, അതിനുശേഷം ഇത് കാണുക. അപ്പൊ 54ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കുട്ടികൾക്ക് ഗ്രേഡ് നൽകുന്നതിന്റെ ഉദ്ദേശം എന്താണ്? കുട്ടികൾക്ക് നമ്മൾ ഗ്രേഡ് നൽകുമല്ലോ ടീച്ചർ, എന്താണ് ഇതിന്റെ ഉദ്ദേശം? ഓപ്ഷൻ എ നോക്കാം. അധ്യാപക കുട്ടിയുടെ കഴിവുകൾ വിലയിരുത്തുന്നതിന്, കുട്ടികളുടെ പഠന പുരോഗതിയെ കുറിച്ച് വിവരം നൽകുന്നതിന്, കുട്ടികൾ എത്രമാത്രം മിടുക്കരാണെന്ന് രക്ഷിതാവിനെ അറിയിക്കുന്നതിന്, കുട്ടികളെ പഠിക്കാൻ നിർബന്ധിക്കുന്നത്. ഇത് നമുക്കറിയാം, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ ആസ് എ ടീച്ചർ നമുക്ക് അതിന്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. എന്തിനാണ് ഗ്രേഡ് നൽകുന്നത്? കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താനാണ്? അല്ല, പഠന പുരോഗതിയെ കുറിച്ച് എന്താണ് വിവരം നൽകുന്നതിന് വേണ്ടി, കുട്ടികളുടെ പഠന പുരോഗതി എത്രത്തോളം അവൻ പഠിച്ചിട്ടുണ്ട്, എത്രത്തോളം പഠിച്ചിട്ടില്ല എന്നൊരു വിലയിരുത്തൽ നടത്തുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഗ്രേഡ് നൽകുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? കിട്ടിയിട്ടുണ്ടാവുമല്ലോ? കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ് കേട്ടോ. ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. IQ 140 കുട്ടിയെ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുത്താം? IQ ഇന്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്ന ഒരു ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അവിടെ ആ ഒരു ചാർട്ട് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. IQ-വിന്റെ നമ്പർ അനുസരിച്ച് അത് ഏത് ലെവലാണ്, ജീനിയസ് ആണോ, ആവറേജ് ആണോ, സുപ്പീരിയർ ആണോ എന്നുള്ളത് ആ ഒരു രൂപത്തിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഇവിടെ 140 കുട്ടിയെ ഏത് വിഭാഗത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും? 140 IQ എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം IQ ഉണ്ട് അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, അവരെ ഏതാണ് നിങ്ങൾക്ക് ആൻസർ തോന്നുന്നത്, നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക കേട്ടോ. ഓക്കെ, ആൻസർ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുകയാണ്. ഓപ്ഷൻ ഡി ആണ് അല്ലെ, ജീനിയസ് ആണ്, പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികളാണ്. ഈ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ വരാറുണ്ട്. അവർക്ക് എന്താണ്, കുറച്ചും കൂടി സാധാരണ കുട്ടികളിൽ നിന്നും കുറച്ചും കൂടി കഴിവുള്ള കുട്ടികളായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ, അതായത് സാധാരണ കുട്ടികൾക്ക് കൊടുക്കുന്നതായിട്ടുള്ള ഹോംവർക്കോ ആക്ടിവിറ്റീസോ ഒക്കെ അവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരുടെ ആ ഒരു ബുദ്ധിക്ക് അനുസരിച്ചിട്ടുള്ള കുറച്ചും കൂടി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഡബിൾ പ്രൊമോഷനൊക്കെ, കാരണം കുറച്ചും കൂടി ഒരു IQ ഉള്ള കുട്ടികളായതുകൊണ്ട് ഡബിൾ പ്രൊമോഷനൊക്കെ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള കുട്ടികളാണ്. അവരുടെ പ്രത്യേകതകളൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറയുന്ന ഒരു ഏരിയ, അല്ലെങ്കിൽ പ്രതിഭാശാലികളായിട്ടുള്ള കുട്ടികൾ എന്ന് പറയുന്ന ഒരു ഏരിയ കൂടി നിങ്ങൾ നോക്കി പോവുക. അവരുടെ പ്രത്യേകതകൾ, അവർക്ക് എന്തൊക്കെയാണ് നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്നൊക്കെ എന്ത് ചെയ്യാം, നോക്കി പോവുക കേട്ടോ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ജീനിയസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് കേട്ടോ. 56ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകുന്നു. എറിക്സണുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ ഇതിനകത്ത് പറയണ്ടായിരുന്നു, സാധാരണ സൈക്കോളജിയിൽ ഗോൾഡൻ ടോപ്പിക് എന്ന് പറയുന്ന കുറച്ച് ടോപ്പിക്കുകളുണ്ട്. കാരണം അതിൽ നിന്ന് എപ്പോഴും തിരിച്ചും മറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പൊ അതിലൊന്നാണ് എറിക്സന്റെ തിയറി എന്ന് പറയുന്നത് കേട്ടോ. എറിക്സന്റെ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിച്ചു വെക്കണം. അവിടെ 8 സ്റ്റേജുകൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. അവിടെ 8 സ്റ്റേജുകൾ പറയുന്നുണ്ട്. ആ 8 സ്റ്റേജുകളുടെയും 2 പേരുകൾ പറയുന്നുണ്ട്. അത് പഠിച്ചു വെക്കുക. അതേപോലെ തന്നെ അത് ഏത് ഏജ് ഗ്രൂപ്പാണ് വരുന്നത് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ അത് ഏത് ഇതിനകത്താണ്, ചൈൽഡ്ഹുഡ് ആണോ അഡൽട്ട്ഹുഡ് ആണോ എന്നുള്ള ഭാഗവും നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ ഈ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ അവിടെ വരുന്നുണ്ട്. അവിടെ പിന്നെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എന്താണ് സാമൂഹികമായിട്ടുള്ള മാനസികമായിട്ടുള്ള മാറ്റങ്ങൾ അവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ എറിക്സന്റെ മനോസാമൂഹിക വികസന ഘട്ടത്തിലെ ഇന്റിമസി വേഴ്സസ് ഐസോലേഷൻ എന്ന് പറയുന്ന അതുണ്ടാകുന്ന പ്രായം ഏതാണെന്നാണ്. ഇവിടെ ഏജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 3 ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ പേര് പഠിക്കണം, ഏജ് പഠിക്കണം, ആ ഏജിൽ ഉണ്ടാകുന്ന പ്രത്യേകത പഠിക്കണം. അതുപോലെ തന്നെ ഇത് ഏതിലാണ്, ഏത് ഘട്ടത്തിലാണ്
ഡെവലപ്മെന്റിന്റെ ഏത് ഘട്ടത്തിലാണ് ഉണ്ടാകുന്നത്, ചൈൽഡ്ഹുഡ് ആണോ അതുപോലെ തന്നെ അഡൽട്ട്ഹുഡ് ആണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുക. അങ്ങനെ ആ രൂപത്തിലാണ് ചോദ്യങ്ങൾ അകത്ത് വരുന്നത്. ഇവിടെ ഏതാണ് ഇന്റിമേസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുന്നത്? ആൻസർ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെ വരുന്നതാണ്. 18 മുതൽ 40 വരെ. അപ്പൊ 8 സ്റ്റേജുകൾ നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെക്കുക. 8 സ്റ്റേജുകളെ നമ്മൾ കോഡിലൂടെ ഇങ്ങനെ കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ KTETന്റെ നമ്മുടെ ക്രാഷ് ബാച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സ്കിൽ നമ്പർ കൊടുക്കാം, ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. 57ാമത്തെ ചോദ്യം, ഏതെങ്കിലും ഒരു ഭാഗം പഠിക്കലല്ല സമഗ്രമായി പഠിക്കുമ്പോഴാണ് പഠനം പൂർത്തീകരിക്കപ്പെടുന്നത് എന്നത് ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? അപ്പോ പഠിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് പഠിക്കലല്ല, മറിച്ച് മൊത്തത്തിൽ സമഗ്രമായിട്ട് പഠിക്കലാണ് എന്ന് പറഞ്ഞിട്ടുള്ള അത് സംഭവം ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ, ഓപ്പറന്റ് കണ്ടീഷനിങ് ആണോ, ട്രയൽ ആൻഡ് എറർ തിയറി ആണോ, അല്ലെങ്കിൽ ഇതൊന്നുമല്ലേ? ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഒന്ന് നിങ്ങൾ പറഞ്ഞു നോക്കാം കേട്ടോ. കേട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുകയാണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ, നൺ ഓഫ് ദീസ് ആണ്. കാരണം ഇതിന്റെ ആൻസർ ഇതിനകത്ത് ഇല്ല. ഇവിടെ സമഗ്രമായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് അത് ഏതാണ്? ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രമാണ് പറയുന്നത് അല്ലെ. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പഠിക്കലല്ല, മൊത്തത്തിൽ പഠിക്കലാണ്. അതിനകത്താണ് നമ്മൾ ഇൻസൈറ്റ് ലേണിംഗ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഗസ്റ്റാൾട്ട് തിയറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള സംഭവം. അത് ഓപ്ഷനിൽ ഇല്ല. അപ്പൊ കറക്റ്റ് ആൻസർ ഡി ആണ്. ലേണിംഗ് തിയറികൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളതും ഒഴിവാക്കാൻ പറ്റാത്തതുമായിട്ടുള്ളതാണ് ലേണിംഗ് തിയറീസ് എന്ന് പറയുന്നത്. അവിടെ പിയാഷെയുടെ തിയറി ആയിരുന്നാലും അതേപോലെ തന്നെ തോണ്ടേക്കിന്റെ, സ്കിന്നറുടെ, പാവ്ലോയുടെ, ബന്ദൂരുടെ ഇതൊക്കെ തിയറികളൊക്കെ ബ്രൂണറുടെ ഒക്കെ പഠിച്ച് നമ്മൾ വെക്കേണ്ടതുണ്ട് കേട്ടോ. ദെൻ 58ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അർത്ഥപൂർണമായ പഠന രീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആര്? ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അർത്ഥപൂർണമായ നമ്മൾ ചിലപ്പോൾ മലയാളം പറയുമ്പോൾ ചിലപ്പോൾ കിട്ടിക്കൊള്ളുന്നില്ല, ഇംഗ്ലീഷ് പറയുമ്പോൾ ചിലപ്പോൾ കിട്ടിയിരിക്കും. മീനിങ് ഫുൾ ഉണ്ടോ? മീനിങ് ഫുൾ ലേണിംഗ് എന്ന് ആരുമായി ബന്ധപ്പെട്ടതാണ്? പിയാഷെയാണോ, ഒസബെല്ലാണോ, ബന്ദൂരയാണോ, വൈഗോട്സ്കി ആണോ? ഓരോ തിയറി പഠിക്കുമ്പോഴും ആ ആളുകളെയും പറഞ്ഞിട്ടുള്ള തിയറിയുടെ പേര് കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. കിട്ടിയിട്ടുണ്ടാവും. കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആണ്, ഒസബെല്ലാണ് കേട്ടോ. 58ാമത്തെ ആൻസർ ഒസബെൽ ആയിട്ടാണ് വരുന്നത്. പിയാഷെയുടെ തിയറി നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി, ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി, വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെയൊക്കെ അതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറികൾ തന്നെയാണ്, മനസ്സിലാക്കി വെക്കുക. ദെൻ അടുത്ത ഒരു ചോദ്യം പിയാഷെയുടെ തിയറിയുമായി ബന്ധപ്പെട്ടതാണ്. പരന്ന പാത്രത്തിലും നീളൻ പാത്രത്തിലും തുല്യ അളവിൽ ഒഴിച്ചു വെച്ച പാൽ വ്യത്യസ്ത അളവുകളാണെന്ന് അഹദ് കരുതുന്നു. അതായത് സെയിം അളവുള്ള ഒരു പാലോ വെള്ളോ എന്തെങ്കിലും എന്ത് ചെയ്യാണ്, പരന്ന പാത്രത്തിൽ, നീളം പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയെന്ന് വിചാരിക്കുക. കണ്ടോ, ഇത് നീളം പാത്രം, ഇത് പരന്ന പാത്രം. ഓക്കെ, ഇതിനകത്ത് ഒഴിച്ചു വെക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ സെയിം അളവാണ്. 1/2 ലിറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇതിനകത്തും 1/2 ലിറ്റർ എന്ത് ചെയ്തു, പാലൊഴിച്ചു, ഇതിലും 1/2 ലിറ്റർ പാലൊഴിച്ചു. ഓക്കെ, അപ്പോ സെയിം അളവാണ്, പക്ഷെ പാത്രങ്ങൾ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അഹദ് വിചാരിക്കുകയാണ് വ്യത്യസ്ത അളവുകളാണെന്ന് അഹദ് കരുതുന്നു. അപ്പോ പാത്രത്തിന്റെ വ്യത്യാസമല്ല, ഇത് 2 അളവിൽ വ്യത്യാസമുണ്ട് എന്നാണ് ആര് വിചാരിക്കുന്നത്, അഹദ് വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അഹദിന് എത്തിച്ചേരാൻ പറ്റാത്ത കഴിവ് ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് റിവേഴ്സിബിലിറ്റി, ഓബ്ജക്ട് പെർമനൻസ്, കൺസർവേഷൻ, ലോജിക്കൽ തിങ്കിങ് എന്നുള്ളത്. അത് ഏത് കഴിവാണ് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? കൺസർവേഷൻ ആണ് അല്ലെ. കൺസർവേഷൻ എന്ന് പറയുന്നത് പിയാഷെയുടെ തിയറി അനുസരിച്ച് ഏത് സ്റ്റേജിലാണ്? കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്നതാണ്. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജിൽ വരുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന ഒരു കഴിവാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് മനസ്സിലാകുന്നു ഇവിടെ പാലിന്റെ അളവ് എന്താണ്, തുല്യമാണ്, വ്യത്യാസമൊന്നുമില്ല. പക്ഷേ പാത്രത്തിലാണെന്നുള്ളത് വ്യത്യാസമുള്ളത്, അളവ് സെയിം ആണ് എന്ന് കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ആ ഒരു എബിലിറ്റി കുട്ടിക്ക് ഉണ്ട് എങ്കിൽ, അളവ് സെയിം ആണ്, പാത്രമാണ് വ്യത്യാസമായിട്ട് വന്നിട്ടുള്ളത്, രണ്ടും കണക്കാണ് എന്ന് മനസ്സിലാക്കാൻ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ ആ കുട്ടിക്ക് എന്തുണ്ട്, കൺസർവേഷൻ എന്ന് പറയുന്ന എബിലിറ്റി ഉണ്ട്. അത് വരുന്നത്
കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? തിരിച്ചും മറിച്ചും കുട്ടിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യം, തിരിച്ചും മറിച്ചും കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചിന്തിക്കാൻ പറ്റുന്നതാണ് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്നത്. അതും കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജിൽ വരുന്നതാണ്. ഓബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം വസ്തു സ്ഥിരത എന്നുള്ളത്. ഒരു വസ്തു നമ്മൾ കുട്ടിയുടെ മുമ്പിലേക്ക് കാണിക്കുന്നു, അത് ബാക്കിലേക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അറിയാം അത് സ്ഥിരമായിട്ട് പോയിട്ടുള്ളതല്ല, അത് ഇവിടെ തന്നെ ഉണ്ട് എന്നുള്ള ഒരു ചിന്ത കുട്ടിക്ക് മനസ്സിലാകുന്നതാണ് ഓബ്ജക്ട് പെർമനൻസ് എന്ന് പറയുന്നത്. അത് സെൻസറി മോട്ടോർ സ്റ്റേജിലാണ് വരുന്നത് കേട്ടോ. അതുപോലെ ലോജിക്കൽ തിങ്കിങ് എന്ന് പറയുന്ന സംഭവവും എന്താണ് ഈ ഇദ്ദേഹത്തിന്റെ തിയറിയിൽ പറയുന്ന മറ്റൊരു കഴിവാണ്. അപ്പൊ ഇവിടെ പിയാഷയുടെ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേജുകൾ പല ക്ലാസ്സുകളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിയാഷയുടെ തിയറി അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. അവിടെ അദ്ദേഹത്തിന്റെ 4 സ്റ്റേജുകൾ നിങ്ങൾ പഠിക്കുക, 4 സ്റ്റേജിലെ ഏജ് നിങ്ങൾ പഠിക്കുക, ആ സ്റ്റേജിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. ക്ലിയർ ആണല്ലോ? ഓക്കെ. ദെൻ 60ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. വിദ്യാഭ്യാസ മനഃശാസ്ത്രം അഥവാ എഡ്യൂക്കേഷണൽ സൈക്കോളജി എന്ന് ഏത് വിഭാഗത്തിൽ പെട്ടതാണ്? സൈക്കോളജിയുടെ തന്നെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ശാഖകളുണ്ട്, പഠന ശാഖകളുണ്ട്. അതിൽ ഏതിലാണ് എഡ്യൂക്കേഷൻ സൈക്കോളജി വരുന്നത്? ജനറൽ സൈക്കോളജി ആണോ, പ്യൂർ സൈക്കോളജി ആണോ, അപ്ലൈഡ് സൈക്കോളജി ആണോ, ജെനറ്റിക് സൈക്കോളജി ആണോ? എഡ്യൂക്കേഷൻ സൈക്കോളജി ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ. നമ്മുടെ ടീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഏത് ശാഖയിലാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്ലൈഡ് സൈക്കോളജിയിലാണ് വരുന്നത് കേട്ടോ. നമ്മൾ ബേസിക് ആയിട്ട് സൈക്കോളജിയിലേക്ക് കടക്കുമ്പോൾ പഠിക്കേണ്ടത് അതാണ്, ഏത് ശാഖകളാണ്, ഏത് ശാഖകളിൽ വരുന്നു എന്നുള്ള അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ശാഖകൾ. ഓരോ ശാഖകളും ഡീപ്പായിട്ട് പഠിക്കണമെന്നില്ല, പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. then 61ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു അധ്യാപകൻ കുട്ടികളെ കൂട്ടമായിട്ട് പ്രവർത്തനങ്ങൾക്ക് നിയോഗിക്കുന്നു. അവൻ അവരുടെ ആശയവിനിമയവും സഹകരണവും വിലയിരുത്തുന്നു. ഏത് ഇന്റലിജൻസ് ആണ് കൂടുതലായി പരിശോധിക്കുന്നത്? അതായത് ഇവിടെ നമുക്ക് മനസ്സിലായി കൂട്ടമായിട്ടുള്ള പ്രവർത്തനമാണ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എങ്കിൽ അവിടെ എന്തായിരിക്കും? ആശയവും സഹകരണവും ഒക്കെ വിലയിരുത്തുമ്പോൾ ഏത് ബുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്? ഇന്റർപേഴ്സണൽ ആണോ, ഇൻട്രാപേഴ്സണൽ ആണോ, ഇന്റർപേഴ്സണൽ ആണോ, മ്യൂസിക്കൽ ആണോ, നാച്ചുറലിസ്റ്റിക് ആണോ വരുന്നത്? ഉറപ്പാണ് നമുക്ക് ഒരാളോട് ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആശയവിനിമയം, നേതൃത്വ പാഠവും ഇതൊക്കെ വരുന്നത് ഏതാണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസിലാണ് അല്ലെ. ആരുടേതാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ത്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. അവിടെ സാമൂഹിക ബന്ധം എത്രത്തോളം ആ കുട്ടിക്ക് കഴിവുണ്ട്, ആ കഴിവുണ്ട് എങ്കിൽ ഈ പറയുന്ന അദ്ദേഹത്തിന്റെ ഈ ഒരു ഇന്റർപേഴ്സണൽ 9 ഇന്റലിജൻസ് പറയുന്നുണ്ട്. അതിനകത്തൊന്നാണ് ഇന്റർപേഴ്സണൽ എന്ന് പറയുന്നത്. ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത് സ്വയം മനസ്സിലാക്കുക, സ്വയം തിരിച്ചറിയുക, തന്റെ കഴിവുകൾ തിരിച്ചറിയുക, തന്റെ കുറവുകൾ തിരിച്ചറിയുക, തന്നെ കുറിച്ച് തന്നെ ഒരു ബോധം ഉണ്ടാവുക. അതാണ് ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. മറ്റു രണ്ടെന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ, മ്യൂസിക്കലും നാച്ചുറലിസ്റ്റിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്, അഥവാ സാമൂഹിക ബന്ധം എന്ന് പറയാം കേട്ടാ, ബുദ്ധി അല്ലെങ്കിൽ സാമൂഹികപരമായ ബുദ്ധി. 62ാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. ഒരു ക്ലാസ്സിൽ ചില കുട്ടികൾക്ക് വളരെ വേഗത്തിൽ പഠിക്കാൻ കഴിയുമ്പോൾ ചിലർക്ക് അധിക സമയം വേണം. ഇത് ഏത് ലേണിംഗ് പ്രിൻസിപ്പളിനെ വ്യക്തമാക്കുന്നു? അതായത് ഒരു കുട്ടിക്ക് ചില കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും, ചില കുട്ടികൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. ഏതാണ്? റീഇൻഫോഴ്സ്മെന്റ് ആണോ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണോ, മോട്ടിവേഷൻ ആണോ, ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണോ? ഇവിടെ മനസ്സിലായി, ചില കുട്ടികൾക്ക് പറ്റും, ചില കുട്ടികൾക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഉറപ്പായിട്ടും എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ്, വ്യക്തിഗത വ്യത്യാസമാണ് അവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതൊക്കെ നമുക്ക് ചിന്തിച്ചാൽ കിട്ടാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. 63ാമത്തെ ചോദ്യം നോക്കാം. ഒരു കുട്ടി പഠനത്തിൽ വളരെ ആവേശത്തോടെ പങ്കെടുക്കുന്നു. കാരണം പഠനം തന്നെ അവൻ എന്താണ്? ആസ്വാദകരമാണ്. ചില കുട്ടികൾ നന്നായിട്ട് പഠിക്കും അല്ലെ, അവരെന്താണ്? പഠിക്കുക എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ആണ് അല്ലെ, സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള മോട്ടിവേഷൻ ആണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, നെഗറ്റീവ് മോട്ടിവേഷൻ, സോഷ്യൽ മോട്ടിവേഷൻ. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു കുട്ടി പഠിക്കുമ്പോൾ എന്താണ്? ഒരു ട്രോഫി ഉദ്ദേശിക്കുന്നു, റാങ്ക് ഉദ്ദേശിക്കുന്നു എന്നല്ല പറഞ്ഞത്. അവന് അത് ആവേശത്തോടെ പഠിക്കുന്നു, അവനത് ഹാപ്പിനെസ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും അത് എന്താണ്? ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അവന്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണല്ലോ, മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഇൻട്രിൻസിക് മോട്ടിവേഷൻ ആണ് വരുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഒരു പൂച്ച പെട്ടിയിൽ നിന്നും പുറത്തു വരാൻ പല ശ്രമങ്ങളും നടത്തി. ഇപ്പോഴത്തെ സിറ്റുവേഷൻ ചോദ്യങ്ങളാണല്ലോ നമ്മളെ കൊടുക്കുന്നത് അല്ലെ, ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്ന.
ഇവിടെ നോക്കിയേ, ഒരു പൂച്ച പെട്ടിയിൽ നിന്ന് പുറത്തു വരാൻ പല പ്രാവശ്യം ഇങ്ങനെ ശ്രമിച്ചു. ഒടുവിൽ ശരിയായ രീതിയിൽ കരയിറങ്ങാൻ പഠിക്കുന്നു. അപ്പൊ ആദ്യം ശ്രമിക്കുന്നു, പറ്റുന്നില്ല, പിന്നെയും ശ്രമിക്കുന്നു, പറ്റുന്നില്ല. അങ്ങനെ കുറെ ശ്രമിച്ചപ്പോൾ പൂച്ചയ്ക്ക് പറ്റി. എന്ത് ചെയ്തു? അവസാനം പൂച്ച പഠിക്കുന്നു. ഇതിലൂടെ കയറാം, ഇതിലൂടെ ഇറങ്ങാം എന്ന് പഠിക്കുന്നു. ഇത് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? ഏത് തിയറിയുമായി ബന്ധപ്പെട്ടതാണ്? ട്രയൽ ആൻഡ് എറർ തിയറി, ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, അതുപോലെ ഇൻസൈറ്റ് ലേണിംഗ്. ഏതാണ് കറക്റ്റ് ആൻസർ വരുന്നത്? കിട്ടിയിട്ടുണ്ടാവും അല്ലെ? ശ്രമിക്കാം, പരാജയപ്പെടാം. അപ്പോ ട്രയൽ ആൻഡ് എറർ തിയറി, തോണ്ടേക്കിന്റെ ട്രയൽ ആൻഡ് എറർ തിയറിയാണ് ഇവിടെ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വിദ്യാർത്ഥി അധ്യാപകന്റെ മാതൃക കണ്ട് അതേ രീതിയിൽ പ്രശ്നം പരിഹരിക്കുന്നു. ഇത് ഏത് ആശയമാണ്? അതായത് ഒരു അധ്യാപകൻ ചെയ്യുന്ന സംഭവം ഇങ്ങനെ ഒബ്സർവ് ചെയ്തിട്ട് അതേപോലെ കുട്ടി ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പ്രശ്നത്തെ പരിഹരിക്കുന്നുവെങ്കിൽ അത് ഏതാണ്? മോഡലിംഗ് ആണോ, റീഇൻഫോഴ്സ്മെന്റ് ആണോ, ട്രയൽ ആൻഡ് എറർ ആണോ, പണിഷ്മെന്റ് ആണോ? അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ, ഇൻഡയറക്റ്റ് വരുമ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി. ഇവിടെ എന്താ സംഭവിച്ചത്? അധ്യാപകനെ മാതൃകയാക്കലാണ് ചെയ്തിട്ടുള്ളത് അല്ലെ? അധ്യാപകൻ ചെയ്ത അതേ കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഏതാണ്? മോഡലിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലെ? മാതൃകാ പഠനമാണ് അവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. നിരീക്ഷണ പഠനം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബന്ധൂരയുടെ തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു കുട്ടി വീട്ടിലേക്ക് വരുമ്പോൾ എന്താണ് കുട്ടി പറയുന്ന ഒരു സംഭവം നമ്മൾ കോഡിലൂടെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്യാണ്? ഒരു സംഭവത്തെ കുട്ടി എന്ത് ചെയ്യാണ്? അനുകരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? മോഡലിംഗ് ആണ്, മാതൃകാ പഠനമാണ്. ഓർത്ത് നോക്കുക. 65ാമത്തെ ചോദ്യം അതാണ് കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നത്, നമ്മുടെ കേറ്ററ്റിന്റെ ക്രാഷ് ബാച്ചുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, അതിന്റെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം? സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ നമ്മുടെ പഠനം ചാനലിലൂടെ വീണ്ടും തുടരുന്നു. 150 ചോദ്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ എന്ത് ചെയ്യുക? കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തതിന്റെ ഭാഗമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.